എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മോന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഇന്ന് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് അരി ഇച്ചിരി ഉപ്പ് ചേർത്ത് ഒന്ന് കുക്കറിൽ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കടായി ഇവിടെ വെച്ചിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് 2 ചെറിയ ബേ ലീഫ് ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് പൊട്ടി വന്നാണ് ചെറിയൊരു സവാള ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇച്ചിരി നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാത്രത്തിൻ്റെ നടുക്കോട്ട് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 മുട്ടയും കൊണ്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി ഉപ്പും വിതറിയിട്ടുണ്ട്. എന്നിട്ട് അത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്ത് മുട്ടയുടെ മുകളിലത്തെ പച്ചപ്പൊന്ന് മാറി വന്നോണ്ട് ഞാൻ അതൊന്നിങ്ങനെ നമ്മുടെ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ സോയാ സോസ്, ഡാർക്ക് ആണെങ്കിൽ ഇത്രയും ഒഴിക്കേണ്ട, സോയാ സോസ് ഒഴിച്ചിട്ട് ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡി ആയായിരുന്നു, ചായയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ സൊസൈറ്റിയിൽ മൽബറി ഇന്നലെ കൊച്ച് വന്നാണ് പറഞ്ഞ് മൽബറിക്കാ പഴുത്തിരിക്കുന്നത്. അപ്പം നോക്കിയാൽ 1-2 എണ്ണം കിട്ടി. അത് ഞാൻ പറിച്ചുകൊണ്ട് ഇപ്പം വന്ന് അവന് കൊടുക്കാനായിട്ട്. അപ്പം വന്നതിന് ശേഷം പിന്നെ മീൻ വെള്ളത്തിൽ ഇട്ടിട്ട് പോയായിരുന്നു. അതൊന്ന് ഐസൊക്കെ മാറിയുണ്ടേ. അയല മീനായിരുന്നു, അതൊന്ന് വെട്ടിയെടുക്കട്ടെ മീൻ കറി വെക്കാനായിട്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് ഇതിലേക്ക് കറിവേപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും 3-4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പുളിവെള്ളവും ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ആദ്യം ഈ മസാല എല്ലാം കൂടെ ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള അരപ്പും വെള്ളവും ചേർത്തിട്ട് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നുണ്ടെങ്കിൽ മീൻ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വലിയ മീൻ ഒന്ന് പീസാക്കിയിട്ടുണ്ട്, ചെറുത് ഞാൻ അതുപോലെ ഒന്ന് വരഞ്ഞിട്ടിട്ടുണ്ട്. ഇച്ചിരി പരിഞ്ഞിലുണ്ടായിരുന്നു, അത് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി കറിവേപ്പിലിട്ടിട്ട് അതൊന്ന് അടച്ച് വെക്ക്. 15-20 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ ഇച്ചിരി കായ ഉണ്ടായിരുന്നു, അപ്പം തേങ്ങ ഇല്ലാതെ ഞാനിന്ന് തോരൻ വെക്കുന്നത്. ചീനച്ചട്ടി വെച്ചിട്ട് കടുക് ഇട്ട് അതിലേക്ക് ഇച്ചിരി അരി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം തേങ്ങ ചേർക്കാൻ ഞാനങ്ങനെ തോരൻ ഉണ്ടാക്കിയിട്ടില്ല, ഇതിപ്പം ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അരിയൊക്കെ ഒന്ന് മൂത്ത് വന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാനൊരു സവാളയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഞാനിത് ഉപ്പ് ഇടാൻ വാങ്ങിച്ച ഭരണിയാണ്. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, ഇതിൻ്റെ അകത്തൊന്ന് ഉറ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഉറ ഒഴിച്ചുണ്ടെങ്കിൽ നല്ല തൈര് കിട്ടി കേട്ടോ, നല്ല നാട്ടിലെ ടേസ്റ്റുള്ള തൈര്. അപ്പോൾ മീനൊക്കെ കറി വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരനും റെഡി ആയായിരുന്നേ. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.